നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും ദൈനംദിന ജീവിതം ഇന്റർനെറ്റ് മുഖേന കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയി വൈഫൈ ലഭിച്ചാൽ എത്ര നന്നായിരിക്കും അല്ലേ? PM വാണി സ്കീം പദ്ധതി വഴി സൗജന്യമായി വൈഫൈ ലഭിക്കുന്നതാണ്. അതിനായി എങ്ങനെ അപേക്ഷിക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് PM വാണി രജിസ്ട്രേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അതിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാനായുള്ള ഫോം വരുന്നതായിരിക്കും. അതിൽ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, PDO ആകാൻ താല്പര്യമുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അതേ എന്ന് നൽകുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. താഴെ തന്നെ നിങ്ങളുടെ പേര് നൽകുക. ബിസിനസ് വിഭാഗം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. PDO ഇൻസ്റ്റലേഷൻ വിലാസവും നൽകുക. അതിനുശേഷം നിങ്ങളുടെ വിലാസം അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് ഏതാണെന്ന് നൽകി കൊടുക്കണം. അത് കഴിഞ്ഞാൽ നഗരം ഏതാണെന്ന് നിങ്ങളുടേത് നൽകേണ്ടതുണ്ട്. അടുത്തതായി നിങ്ങളുടെ പിൻകോഡ് ഏതാണെന്ന് നൽകുക. നിങ്ങളുടെ സംസ്ഥാനം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തന്നെ ഇമെയിലും അവിടെ നൽകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാനാണ് താല്പര്യമെങ്കിൽ അതേ എന്ന് നൽകുക. അതിനുശേഷം അവരുടെ പദ്ധതിയുടെ കുറച്ച് കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. വാണി അനുസൃതമായ വൈഫൈ ആക്സസ് പോയിന്റ് മാത്രം സ്ഥാപിക്കാനും പരിപാലിക്കാനും പ്രവർത്തിപ്പിക്കാനും ഞാൻ സമ്മതിക്കുന്നു. വൈഫൈ സേവനങ്ങൾ നൽകുന്നതിനായി ലൈസൻസ് ഉള്ള ഇന്റർനെറ്റ് സേവന ദാതാക്കളുമായി PM വാണി അനുസൃതമായ വൈഫൈ ആക്സസ് പോയിന്റ് ബന്ധിപ്പിക്കും. PM വാണി അല്ലെങ്കിൽ ISPA സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഞാൻ പാലിക്കും. എന്റെ ആക്സസ് പോയിന്റിൽ നടത്തുന്ന മൊത്തം ഉപയോഗത്തിൽ 60% വരുമാന വിഹിതം നിങ്ങളുടെ PDOന്റെ പ്ലാറ്റ്ഫോമിൽ സ്വീകരിക്കാൻ ഞാൻ സമ്മതിക്കുന്നു. രജിസ്ട്രേഷൻ സമയത്ത് ഞാൻ എന്റെ KYC പങ്കിടും. ഈ രജിസ്ട്രേഷൻ ഫോമിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ സത്യവും ശരിയുമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇവരുടെ നിബന്ധനകളും വ്യവസ്ഥകളും പറയുന്നുണ്ട്. ഒന്നാമതായി, ഓൺലൈനിൽ ലഭ്യമായ എല്ലാ ഡാറ്റ പായ്ക്കുകളും സജീവമായില്ലെങ്കിൽ അവ സ്വയമേവ കാലഹരണപ്പെടും. വൈഫൈ സേവനങ്ങൾ അതത് PDOകളാണ് നൽകുന്നത്. അതിനാൽ PDO അല്ലെങ്കിൽ ഉപഭോക്താക്കൾ സ്വന്തം നിലയിൽ ആദ്യ ലെവൽ ട്രബിൾ ഷൂട്ടിംഗ് ശ്രമിക്കണം. ഹാർഡ്വെയർ പരാജയം, ഇടയ്ക്കിടെയുള്ള നെറ്റ്വർക്ക് പ്രശ്നം അല്ലെങ്കിൽ പരിസര ആക്സസിബിലിറ്റി എന്നിവ കാരണം PDO തലത്തിൽ ഇന്റർനെറ്റ് സേവന തടസ്സത്തിന് വീഡിയോ മേറ്റ് ഉത്തരവാദിയല്ല. രജിസ്ട്രേഷന് PDO ഐഡന്റിറ്റി പ്രൂഫ്, വിലാസ പ്രൂഫ്, ബാങ്കിംഗ് വിശദാംശങ്ങൾ എന്നിവ നിർബന്ധമാണ്. ഇതെല്ലാം കൃത്യമായി വായിച്ചു നോക്കണം. അതിനുശേഷം മാത്രം നിങ്ങളുടെ സമർപ്പണം നൽകുക. ഇതിന്റെ താഴെയായി തന്നെ സമർപ്പിക്കുക എന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമർപ്പണം അവിടെ സബ്മിറ്റ് ആവുകയാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്